ഹലോ. രാവിലെ 4:15 എണീറ്റ് കണിയെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി കിടന്നുറങ്ങിട്ടോ. പിന്നെ എണീറ്റ് വന്നത് 8:30-ക്കാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇങ്ങനെ നേരത്തെ എണീറ്റൊന്നും ശീലമില്ലല്ലോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായത് പുട്ടും ചെറുപയർ കറിയുമാണ്. പുട്ടെല്ലാം ഉണ്ടാക്കി വീട്ടിലുള്ളവർക്കൊക്കെ ആഹാരം കൊടുത്ത് അച്ചൂട്ടിക്കടക്കം എല്ലാം കൊടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് തീരെ വയ്യാട്ടാ. കലശലായ വയറുവേദന സഹിക്കാൻ പറ്റണില്ല. അത് കഴിഞ്ഞ് പിന്നെ BP ലോ ആയെന്ന് തോന്നുന്നു. കൈയും കാലും ഇങ്ങനെ മരവിച്ച പോലെയൊക്കെ ആയി, നടക്കാൻ പറ്റാത്ത പോലെയൊക്കെ ആയി. അപ്പോൾ ഞാൻ കഴിക്കാതെ നേരെ പോയി ഒറ്റ കിടത്തങ്ങ് കിടന്നു. രാവിലെ 10 മണിക്കാണ് പോയി കിടന്നത് കേട്ടോ. അപ്പോഴത്തേനും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു 11:45 എണീറ്റിട്ടുള്ള വരവാണിത്. രാവിലെ ഞാൻ കുഴച്ച് വെച്ച പുട്ടും കടലയില്ലല്ലോ, പുട്ടും പയറുമാണ് ഈ കാണുന്നത്. പിന്നെ 11:45 വാരി കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് വാരി കഴിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയിട്ടു. അപ്പം എൻ്റെ ക്ഷീണത്തിന് മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഷമാം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് ഷെയ്ക്ക് അടിച്ച് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഷമാം തോലൊക്കെ ചെത്തി ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊരു ഞാലിപ്പൂവൻ പഴം കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഈ കാണുന്നത് പാല് കട്ടിയാക്കിയതാട്ടാ. തലേ ദിവസം തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതാണ്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും അത് പൊട്ടിക്കാൻ കിട്ടില്ലല്ലോ, പാറ പോലെ ആയിരിക്കാം. കത്തി വെച്ച് പരമാവധി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായി നോക്കാൻ വേണ്ടി അച്ചൂട്ടി വന്ന് നോക്കുകയാണ്. ഇതാ ഉടച്ചെടുത്ത പാലിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തേ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തുന്നത് ഒരു ആപ്പിളിൻ്റെ പീസാട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം ചേർത്തിയത് ഞാൻ ആപ്പിളിൻ്റെ പീസാണ്. അതായത് ഇവൻ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ, അപ്പോൾ ഷെയ്ക്കിലൂടെ അതെല്ലാം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആപ്പിളിൻ്റെ പീസ് ഇട്ടത്. എന്തും ഇടാം. പിന്നെ ബദാം ഉണ്ടെങ്കിൽ ബദാം കുതിർത്തത്, പിസ്ത, ഈന്തപ്പഴം അതെല്ലാം ഇടാം. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റാണ്. ഒന്നല്ല 2 പാക്കറ്റ് ഇട്ട് കൊടുത്തു. ക്യാമറയ്ക്ക് ശ്രദ്ധിച്ച് അതിലേക്ക് ഒഴിച്ച് കുറച്ച് തുള്ളിയിട്ടാ. പരമാവധി പോകാതെ ഒഴിക്കാൻ നോക്കി, പക്ഷെ കുറച്ച് വെളിയിൽ പോയി. അങ്ങനെ എനിക്ക് ആ ചൂട്ടിക്കും 2 ഗ്ലാസ്സുകളിലായിട്ട് മാറ്റി ഒഴിച്ചിട്ട് അവനെ വിളിച്ചിട്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ആ മിക്സിയിൽ ബാലൻസ് ഉള്ളതും കൂടി എനിക്ക് തരണേന്ന്. അപ്പോൾ എനിക്കെന്തോ അത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. വയ്യാത്തതും കൊണ്ടാണോ എന്താ അറിയില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് ബാലൻസ് ഉള്ളതും കൂടി അവന് കൊടുത്തു. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.